ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇതാര് ശാലിനെ കുഞ്ഞു? സാറിനെ കാണാൻ ഇറങ്ങിയതാവും. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കണ്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഇത് നിനക്ക് വീടല്ല, ദേവാലയ. കാരണം കേറിക്കിടക്കാൻ ഇടവില്ലാത്ത നിനക്ക് എന്റെ അമ്മ ഒരുക്കി തന്ന ദേവാലയം തന്നെയാണ് ഇത്. ആ വീട്ടിലാടാ നീ വാറ്റുകേന്ദ്രം തുടങ്ങിയത്. എന്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചല്ലടാ നിന്നെ. നീ പാല് തന്ന കൈക്ക് എന്നെ നീ തിരിച്ചു കൊത്തി. ഇത് നിന്നെ മകനെ പോലെ സ്നേഹിച്ച എന്റെ അച്ഛനും അമ്മയും ക്രൂരമായി ചതിച്ചേല്. ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച എന്നെ തൊട്ടുപോകരുത് എന്റെ ഭർത്താവിനെ. എന്റെ അച്ഛനൊന്നും ചെയ്യല്ല വിഷ്ണു അച്ഛ, ഒന്നും ചെയ്യല്ല വിഷ്ണു അച്ഛ. ഇതിപ്പോ ഞങ്ങളുടെ വീടാ. ഞാനും എന്റെ ഭർത്താവും ദേ എന്റെ മോളും താമസിക്കുന്ന വീട്. ഇവിടെ ഞങ്ങൾ പല ബിസിനസ്സും ചെയ്യും. പരാതിയുണ്ടെങ്കിൽ പോലീസ് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കണം. ദേ ഇനി എന്റെ ഭർത്താവിനെ നിങ്ങൾ തൊട്ടാ ഭവന ഭേദനത്തിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല, പക്ഷെ പോകേണ്ടത് നിങ്ങളുടെ മര്യാദയാ. വേണ്ട വിഷ്ണു അച്ഛ, എന്റെ അച്ഛൻ പാവാ. എന്റെ അച്ഛനെ ഉപദ്രവിക്കലേ വിഷ്ണു അച്ഛ. ഇനി വിഷ്ണുച്ചൻ ഉപദ്രവിക്കില്ല. പക്ഷെ എന്റെ മോൾക്ക് വല്ല ആപത്തും വന്നു വിഷ്ണുച്ചൻ അറിഞ്ഞ വിഷ്ണുച്ചൻ വരും. അത് വിഷ്ണുച്ചന്റെ കടമയാ. ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് എല്ലാ സാധനങ്ങളും മാറ്റിക്കോണം. ഈ കിടക്കുന്ന ഒരു ചാരായ കുപ്പി പോലെ ഇനി ഇവിടെ കണ്ടുപോരുത്. കണ്ട ഇതായിരിക്കില്ല നിന്റെയൊക്കെ ഗതി. കേട്ടടാ?
ഇതെല്ലാം നൂർജഹാന്റെ കണ്ടെത്തലുകളാ. ഇവിടെ നിന്നെല്ലാം ഓർഡർ കിട്ടുമെന്ന് തന്നെയാണ് നൂർജഹാൻ പറയുന്നത്. എല്ലാം അടുത്തടുത്ത കടകൾ തന്നെയായിരിക്കും. ഒന്നിച്ച് ഓർഡർ കിട്ടിയാ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ എളുപ്പമാണേ. സ്ഥിരമായിട്ട് ഓർഡർ കിട്ടുന്ന കുറച്ച് കടകൾ നമുക്ക് കിട്ടിയാ കാര്യങ്ങൾ വലിയ നഷ്ടമില്ലാതെ പോകും. എന്തായാലും തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓരോ ദിവസവും ഒരു 5-8 കടകൾ വീതം ഓർഡർ എടുക്കുക തന്നെ ചെയ്യണം. ആദ്യത്തെ ഒരു കഷ്ടപ്പാട് ഗവനിക്കേ വേണ്ട. അത് പിന്നെ ഏത് ജോലിക്കായാലും അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ടാവുമല്ലോ. കഷ്ടപ്പാടുകൾ മാത്രമല്ല, സാമ്പത്തികവും 1-2 മാസം കഴിഞ്ഞ് വന്നു തുടങ്ങും. പല കടകളിലും ഇപ്പൊ കൊടുക്കുന്നത് വിറ്റുപോയതിനു ശേഷം പണം എന്ന രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അതേ ഇപ്പൊ നടക്കൂ. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേറെ ആളുണ്ടാവുമെന്നേ. അത് ശാലിനി കുഞ്ഞിന്റെ കാറ് പോലെ ഉണ്ടല്ലോ. അല്ല, ഇതാരും ശാലിനി കുഞ്ഞു സാറിനെ കാണാൻ ഇറങ്ങിയതാവും. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കണ്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. സാറ് അകത്ത് കിടക്കയാ. മോളകത്തേക്ക് കയറ്.